എല്ലാവർക്കും ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. എല്ലാവരെയും ഇന്ന് സർവേശ്വരൻ കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് 1201 വൃശ്ചിക മാസം 28-ാം തീയതി 14/12/2025 ഞായറാഴ്ച. ഇന്നെല്ലാവരും ആഘോഷിക്കുന്ന ഒരു ദിവസമാണല്ലേ. ഇന്ന് അവധി ദിവസമാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുകയും സന്തോഷം പങ്കുവയ്ക്കുകയും ബന്ധുമിത്രാദികളെയോ സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടുകയൊക്കെ ചെയ്യുന്ന ദിവസമാണല്ലേ. എല്ലാവരും ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. ആദ്യമായി നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ബന്ധുമിത്രാദികളുടെ സംസർഗം കൊണ്ട് അല്ലെങ്കിൽ സഹകരണം കൊണ്ട് വളരെ കാര്യങ്ങളെല്ലാം അനായാസേന തീരുമാനത്തിലെത്താൻ സാധ്യതയുള്ള ദിവസമായിരിക്കും. സാമ്പത്തികമായി ഉണ്ടായിരുന്ന ക്ലേശങ്ങളൊക്കെ പരിഹരിക്കും വിധം ഒരുപാട് ആളുകൾ ഇടപെട്ട് സഹായിക്കുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. ഗ്രഹം വാങ്ങാനോ മോടി പിടിപ്പിക്കാനോ തീരുമാനിച്ചിരിക്കുന്നവർക്ക് അതിന് അനുകൂലമായ ഒരു സാഹചര്യം ഇന്നത്തെ ദിവസം വന്നു ചേരുന്നതാണ്. വിവാഹ കാര്യങ്ങൾക്ക് ഒരുങ്ങുന്നവർക്കും വിവാഹങ്ങൾ നടത്തുവാനുള്ള മധ്യസ്ഥ പണി ചെയ്യുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകേരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ ചില ബന്ധുമിത്രാദികളുടെ മാനസിക പ്രശ്നങ്ങളോ ശാരീരിക പ്രശ്നങ്ങളോ മൂലം മനസ്സിന് വിഷമം ഉണ്ടാകുവാനും ചില ആശുപത്രി സന്ദർശനത്തിനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. കൃഷി കാര്യങ്ങളിൽ ഇടപെട്ടിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും നമ്മുടെ കെട്ടിക്കിടക്കുന്ന വസ്തുക്കൾ കച്ചവടത്തിൽ ആക്കുവാനുമൊക്കെ പറ്റുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. അതേപോലെ വെയർ ഹൗസുകൾ സൂക്ഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വളരെ കാര്യക്ഷമമായ ഒരു പ്രവർത്തനത്തിന് അംഗീകാരം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായി തന്നെയാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകേരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്കല്ലെങ്കിൽ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായൊരു ദിവസമായിരിക്കും. ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ദിവസമായിരിക്കും. വിശ്രമം ലഭിക്കുന്ന ദിവസമായിരിക്കും. അനേക നാളത്തെ അധ്വാനത്തിന് ശേഷം ആശ്വാസകരമായൊരു ദിവസമായിരിക്കും ഇന്ന്. ദീർഘയാത്ര ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ ദിവസമായിരിക്കും ഇന്ന്. ബന്ധുമിത്രാദികൾ ചിലർക്ക് വളരെ നല്ല ഭാഗ്യം വരുന്നത് കണ്ട് സന്തോഷം അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും. സന്താനങ്ങൾക്ക് വളരെ അഭിവൃദ്ധിയും അവരുടെ ബുദ്ധിശക്തിയിലുള്ള കാര്യങ്ങൾക്കുള്ള തെളിവുമൊക്കെ ലഭിച്ചിട്ട് വളരെ സമാധാനവും സന്തോഷവും ആത്മാഭിമാനവും ഒക്കെ തോന്നുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. വിദേശത്തേക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക്, വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് നല്ല ദിവസമായിരിക്കും. ചില വീഴ്ച, ഒടിവ്, ചതവ്, മുറിവൊക്കെ സംഭവിക്കാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി നമുക്ക് കർക്കിടക കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ മെച്ചപ്പെട്ടതായിരിക്കുകയില്ല. ഗൃഹത്തിൽ കലഹങ്ങളുണ്ടാകുവാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ആത്മസംയമനത്തോടുകൂടി മുൻപോട്ട് പോവുക. ഒരു കലഹമുണ്ടാകുമ്പോൾ വിപരീതമായ വാക്കുകൾക്ക് വിപരീതമായ ഫലങ്ങളാണ് ഉണ്ടാവുക. തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നമുക്ക് പിന്നീടുള്ള ദിവസങ്ങളിൽ അനുഭവിക്കേണ്ടതായി വരും. അതുകൊണ്ട് കലഹത്തിന് ഒട്ടും തന്നെ ഒരു നല്ല അംഗീകാരം ലഭിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് കലഹം ഒഴിവാക്കുക, കലഹിക്കാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക, ഒത്തുതീർപ്പിലെത്തുക. കേസിലും വഴക്കിലുമൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായൊരു ദിവസമായി കാണുന്നു. അതേപോലെ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ആശ്വാസകരമായൊരു ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. കായികമായ ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് പ്രതികൂലമായ ഒരു അവസ്ഥയും വരുന്നില്ല. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂര, ഉത്തരം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. വിവാഹാദി കർമ്മങ്ങളിൽ തീരുമാനമെടുക്കുകയും വിവാഹങ്ങളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ശാരീരികമായി ക്ലേശം അനുഭവിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസകരമായ ഒരു ചികിത്സാ സമ്പ്രദായം ലഭിക്കുന്നതാണ്. കൂടെ ഉള്ളവരെ സഹായിക്കുവാൻ സന്മനസ്സ് തോന്നുന്ന ഒരു ദിവസമായിരിക്കും ഇത്. സഹായിക്കുന്നത് വളരെ നല്ലതായിട്ടാണ് നമുക്ക് അനുഭവത്തിൽ വരുന്നത്. അതേപോലെ
മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അത്ര സുഖകരമായിരിക്കുകയില്ല. കാർഷിക മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ചില നഷ്ടങ്ങൾ വന്ന് സംഭവിക്കുവാനായിട്ട് സാധ്യത കാണുന്നു. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് അത് അധികരിക്കുവാൻ സാധ്യത കാണുന്നു. പുതിയ വൈദ്യസഹായം തേടാനുള്ള സാഹചര്യം തെളിഞ്ഞു വരുന്നതായിട്ട് കാണുന്നു. തീർച്ചയായും ആ വൈദ്യസഹായം സ്വീകരിക്കുകയും അസുഖങ്ങൾക്ക് ശമനം ലഭിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ബിസിനസ്സുകാർക്ക് ഇന്നത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. അടുത്തതായി നമുക്ക് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പരിശോധിക്കാം, അല്ലെങ്കിൽ കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്തരം, മുക്കാൽ, അത്തം, ചിത്തിര. ഈ നക്ഷത്രക്കാർക്ക്, ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. എന്നാൽ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വളരെയധികം വിപരീത ഫലങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും. ഇന്നത്തെ ദിവസം തീരുമാനങ്ങളൊന്നും എടുക്കാൻ പറ്റിയ ദിവസമല്ല. ദൂരയാത്രയോ ബന്ധു സന്ദർശനമോ നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് അനായാസേന അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ക്ലേശങ്ങളും കഷ്ടങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ തന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമാണ്. കലാകാരന്മാർക്ക് വളരെ അനുകൂലമായ ദിവസമായിരിക്കും. എന്നാൽ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്ക്, സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം പ്രതികൂലമായ സാഹചര്യങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതേപോലെ സ്ഥാനഭ്രംശത്തിനുള്ള ഒരു മുന്നറിയിപ്പ് ലഭിക്കുവാനും സാധ്യത കാണുന്നു. വളരെ ശ്രദ്ധയോടുകൂടിയും ഗുരുഭക്തിയോടുകൂടിയും മുൻപോട്ട് പോവുക. മേലധികാരികളെ ബഹുമാനിക്കുവാനും കൂടി നമ്മൾ പഠിക്കുക. അങ്ങനെ കാര്യങ്ങളെല്ലാം വളരെ അനായാസേന പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നമുക്ക് തുലാക്കൂറിലെ നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുകയും മനസ്സന്തോഷമുണ്ടാകുകയും ചെയ്യുന്നതാണ്. അതേപോലെ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കണ്ടെത്തുന്നതിനുള്ള സാഹചര്യം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പുരുഷനെ കണ്ടെത്തുന്നതിനുള്ളൊരു സാഹചര്യം വന്നു ചേരുന്ന ദിവസമാണ്. അത് വിവാഹത്തിലേക്ക് നീണ്ടുപോകാനുള്ള സാധ്യത കൂടുന്ന ഒരു ദിവസമായിരിക്കും. എന്നാൽ വസ്തു സംബന്ധമായ ഇടപാടിൽ നഷ്ടം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇന്ന് വസ്തു സംബന്ധമായ ചർച്ചകളിൽ ഏർപ്പെടാതിരിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല. ചില ചെറിയ അപകടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. പങ്കാളിക്ക് വളരെയധികം സന്തോഷം ലഭിക്കുന്നത് കണ്ടിട്ട് ആനന്ദിക്കാനൊക്കെ ഉള്ള ദിവസമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനങ്ങളൊക്കെ കൈമാറുകയും ചെയ്യാനുള്ള സാധ്യത കാണുന്ന ദിവസമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക്, വിദേശ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, വിദേശത്ത് ജോലി ശ്രമിക്കുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. ഇന്ന് വളരെയധികം പ്രതീക്ഷകൾ ഉളവെടുക്കുന്ന ദിവസമാണ്. എന്നാൽ ചെറിയ ചെറിയ കലഹങ്ങൾ വലിയതാക്കാതെ മനസ്സിന് ബലം കൊടുത്ത് മുമ്പോട്ട് പോവുക. ചന്ദ്രബലം കുറഞ്ഞൊരു രാശിയാണ് നമ്മുടേത് എന്ന് മനസ്സിലാക്കിയിട്ട് തീർച്ചയായിട്ടും മനസ്സിനെ ബലപ്പെടുത്തുക. വിധിയെ മതി കൊണ്ട് വെല്ലലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം വരുന്നത് വിധിയാണ്, കർമ്മഫലമാണ്. എന്നാൽ നമുക്ക് ബുദ്ധി ഉപയോഗിച്ച് കുറച്ചൊക്കെ മാറ്റം വരുത്താനായിട്ട്, അതിനെ അതിജീവിക്കാനായിട്ട് വളരെയധികം സാഹചര്യം ഉണ്ട്, സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അവിവേകം മൂലം ചില പരാജയങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. തെറ്റായ തീരുമാനങ്ങൾ മൂലവും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായി ഇടപെടുന്ന മൂലവുമൊക്കെ ചില തിക്താനുഭവങ്ങളും വിപരീതാനുഭവങ്ങളുമൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം ഒട്ടും തന്നെ അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല. ഇന്ന് സർജറിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കുക. കൈപ്പിഴവുകൾ വരാനായിട്ട് സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇന്ന്. ദൂരെ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ ദിവസമായിരിക്കും. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്കും ആശ്വാസകരമായ ചില ചികിത്സാ രീതികൾ കണ്ടെത്താനായിട്ട് സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ഫലം വളരെ ആശ്വാസപ്രദമായിരിക്കും. ശാരീരിക ക്ലേശങ്ങൾക്ക് അയവ് വരുന്ന ദിവസമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സഹകരിക്കുന്ന ദിവസമായിരിക്കും. ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കുന്ന ദിവസമാണ്. ശാന്തമായ അന്തരീക്ഷത്തിൽ
ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള അന്തരീക്ഷം കുടുംബത്തിൽ സംജാതമാകുന്നതാണ്. അതേപോലെ വിറകുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ, തടി മുറിക്കുക, തടിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് വിപരീതമായ അനുഭവങ്ങളാണ് ഉണ്ടാകുക എന്നുള്ളതുകൊണ്ട് ഇന്നത്തെ തൊഴിൽ നാളത്തേക്ക് മാറ്റിവെക്കുന്നത് വളരെ ഉചിതമായിരിക്കും. ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നവർക്ക്, തോട്ടം വൃത്തിയാക്കലൊക്കെ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും തോട്ടത്തിൽ നിന്ന് സർപ്പദംശനം ഏൽക്കാൻ തന്നെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇത്. വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മുൻപോട്ട് പോവുക, വളരെ ഭക്തിയോടുകൂടി ഈശ്വരനെ പ്രാർത്ഥിക്കുക. അടുത്തായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരിട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം മാറ്റങ്ങൾ വരുന്ന ദിവസമാണ്. എന്നാൽ സർപ്പഭയം, വിഷഭയം ഒക്കെ ഏൽക്കാനായിട്ട് സാധ്യതയുണ്ട്. ചിലന്തി മുതൽ പാമ്പ് വരെ നമ്മളെ ദംശിക്കാനായിട്ട് സാധ്യത കാണുന്ന ദിവസമാണ്. സന്ധ്യാസമയത്ത് ഇറങ്ങി നടക്കാതിരിക്കുക. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. പഴയ കൂടിക്കിടക്കുന്ന വിറകുകളോ അല്ലെങ്കിൽ തടികളോ ഒക്കെ മാറ്റാൻ ഉള്ള ആ ഒരു ഉത്കണ്ഠ ഒന്ന് മാറ്റി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ് ഇന്ന്. അതേപോലെ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഇടപെട്ടിരിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു ദിവസമായിരിക്കും. വൈദ്യസഹായം തേടേണ്ട കാര്യങ്ങൾക്ക് വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അസുഖങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ബിസിനസ്സുകാർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ അനുകൂലമായിരിക്കില്ല. എന്നാൽ മറ്റ് ചില കച്ചവടക്കാർക്ക്, വസ്ത്രം, ആഭരണം ഒക്കെ കച്ചവടം ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ട് തന്നെയാണ് കാണുന്നത്. അടുത്തായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുരുട്ടാതി, കാല, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. ധാരാളം ജോലി ചെയ്ത ക്ഷീണം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കാലിനോ കൈക്കോ ക്ഷതമേൽക്കാനായിട്ട് സാധ്യതയുണ്ട്. ഉണ്ടായിരുന്ന മുറിവുകൾ പഴുക്കുവാനായിട്ട് സാധ്യത കാണുന്നു. ഷുഗർ ഉള്ളവർ അത് വളരെയധികം ശ്രദ്ധിക്കുക. ഡയബറ്റിക് ഫുഡ് പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുകയും കാലിൽ ചൊറിഞ്ഞു പൊട്ടുകയൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക. പണ്ടുള്ള കാലത്ത് നമുക്ക് ചിക്കൻ പോക്സ്, സ്മോൾ പോക്സ് ഒക്കെ വരുമ്പോൾ ചൊറിയാനായി ആര്യവേപ്പിൻ്റെ ഇല കൊണ്ട് അടിക്കുകയാണ് ചെയ്യണത്. അത്തരത്തിലുള്ള പഴയ രീതികളൊക്കെ വളരെ നല്ലതാണ്. അതിലെ അരം കൊണ്ട് നമുക്ക് നമ്മുടെ കാലിൻ്റെ ചൊറിച്ചിലിന് ശമനം കിട്ടുന്നതാണ്. അതുകൊണ്ട് അത്തരത്തിലെല്ലാം സംവിധാനങ്ങളൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ചില കാലാവസ്ഥയുടെ പ്രത്യേകത മൂലം ചില അസുഖങ്ങൾ ഭവിക്കുവാനും സാധ്യത കാണുന്നു. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം വന്നു ചേരാനും സാധ്യത കാണുന്നു. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം പറയുന്നു. എല്ലാവരെയും സർവേശ്വരൻ കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കട്ടെ.